ഒന്നിൽ പിഴച്ചാൽ 3 എന്നാണല്ലോ. രാജസ്ഥാന്റെ കാര്യത്തിൽ ഏതാണ്ട് അതുപോലെ തന്നെ. സ്വന്തം തട്ടകമായി ഗുവാഹത്തിയിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് ചെന്നൈക്കെതിരെ 6 റൺസിന്റെ ജയം. ടോസ് നേടിയ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് രാജസ്ഥാനെ ബാറ്റിംഗിന് ക്ഷണിച്ചു. ആദ്യ ഓവറിലെ 3-ാം പന്തിൽ ജയ്സ്വാളിനെ നഷ്ടപ്പെട്ട രാജസ്ഥാന് നിതീഷ് റാണയുടെയും ഓപ്പണർ സഞ്ജു സാംസന്റെയും 82 റൺസിന്റെ കൂട്ടുകെട്ടാണ് ടീം സ്കോർ 7 ഓവറിൽ 86 റൺസിലെത്തിച്ചത്. 36 പന്തിൽ നിന്ന് 81 റൺസ് നേടിയ നിതീഷ് റാണിയാണ് രാജസ്ഥാൻ സ്കോറിംഗിന് വേഗത കൂട്ടിയത്. കഴിഞ്ഞ മത്സരങ്ങളിൽ എല്ലാ രീതിയിലും നിറമങ്ങിയ ക്യാപ്റ്റൻ റിയാൻ പരാഗ് പക്ഷേ ഈ മത്സരത്തിൽ ടീമിന്റെ സ്കോർ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ജുറലും ഹെറ്റ്മേറും റൺസ് അടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ പുറത്തായി. ഒടുവിൽ 182 എന്ന സ്കോറിൽ രാജസ്ഥാൻ ഇന്നിംഗ്സ് അവസാനിച്ചു. ചെന്നൈക്ക് വേണ്ടി നൂർ അഹമ്മദ്, പതിരാന എന്നീ ബൗളർമാർ 2 വിക്കറ്റുകൾ നേടുകയും ചെയ്തു. 183 റൺസ് ലക്ഷ്യം മുന്നോട്ട് വെച്ച് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് ആദ്യ ഓവറിലെ 4-ാം പന്തിൽ രജിൻ രവീന്ദ്രയെ നഷ്ടമായി. കഴിഞ്ഞ മത്സരങ്ങളിൽ നിറം മങ്ങിയ ആർച്ചറിന്റെ ആദ്യത്തെ വിക്കറ്റ്. 3-ാം വിക്കറ്റിൽ ത്രിപാഠിയും ക്യാപ്റ്റൻ ഗെയ്ക്വാദും ടീമിനെ കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും ഹസരംഗ എന്ന ലങ്കൻ സ്പിന്നറുടെ പന്തുകളിൽ ഇരുവരും പുറത്തായി. ക്യാപ്റ്റൻ ഗെയ്ക്വാദ് 63 റൺസും ത്രിപാഠി 23 റൺസും എടുത്തു മടങ്ങി. ശിവൻ ദുബെയും വിജയ് ശങ്കറും വീണ്ടും പരാജയമായി. രവീന്ദ്ര ജഡേജയും ധോണിയും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ചെങ്കിലും 6 റൺസ് അകലെ ചെന്നൈയെ ഒതുക്കി ജോഫ്ര ആർച്ചറിന്റെ മാസ്മരിക ബൗളിംഗ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. രാജസ്ഥാൻ ബൗളിംഗ് നിരയിൽ ആർച്ചർ ഒഴികെ പന്തെറിഞ്ഞ എല്ലാവരും കണക്കിന് റൺസ് വിട്ടുകൊടുത്തു. ഒരു ഘട്ടത്തിൽ ചെന്നൈ വിജയിക്കുമെന്ന് തോന്നിയെങ്കിലും 3 ഓവറിൽ ഒരു മെയ്ഡിനടക്കം 13 റൺസ് മാത്രം വിട്ടുകൊടുത്ത ജോഫ്ര ആർച്ചർ ചെന്നൈയെ വരിഞ്ഞു മുറുക്കി. വിജയത്തോടെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഈ ഫോം തുടരുമെങ്കിൽ രാജകീയമായ ഒരു തിരിച്ചുവരവിനായിരിക്കും രാജസ്ഥാൻ ഒരുങ്ങുന്നത്. രാജസ്ഥാന്റെ സ്കോറിനെ മുന്നിൽ നിന്നും നയിച്ച നിതീഷ് റാണിയാണ് മത്സരത്തിലെ താരം.